നല്ല ആഡ് കോപ്പി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ നല്ല ആഡ് കോപ്പികൾ സെറ്റ് ചെയ്യാനുള്ള ഒരു 10 ടിപ്സുകളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ആഡ് കോപ്പി സെറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് ഏത് സെർച്ച് ചെയ്തിട്ടാണ് ക്ലിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സെർച്ച് ടേം റിപ്പോർട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ല കൺവേർഷൻ റേറ്റ് വന്ന അല്ലെങ്കിൽ നല്ല CTR ഉള്ള സെർച്ച് ടൈം എന്ത് ചെയ്യുക, നമ്മളെ ഹെഡ്ലൈനിൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താ, ആഡ് കീവേഡ്സ് ഇൻ ഹെഡ്ലൈൻ ആൻഡ് സെല്ലിങ് ഹെഡ്ലൈൻ. നമ്മളെ ഹെഡ്ലൈനിൽ കീവേഡ്സുകളും പിന്നെ എന്താ ചെയ്യുക, സെല്ലിങ് ഹെഡ്ലൈനുകളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് അഥവാ ആഡ് കോപ്പി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ആഡ് കോപ്പിയില്ല ഹെഡ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഡിസ്ക്രിപ്ഷന് മൊത്തം ഒരു പാരഗ്രാഫ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് കൊടുക്കുക. ഒരു പാരഗ്രാഫിൽ 90 ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടിയും ഡിസ്ക്രിപ്ഷനിൽ 90 ക്യാരക്ടർ വരെ പോകുന്നുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ ഒരു ഷോർട്ട് സെൻറ്റൻസുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടത്. അപ്പോൾ നമ്മൾക്കൊരു ബെറ്റർ ഒരു ആഡ് കോപ്പി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഷോർട്ട് സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ ടിപ്പ്. പിന്നെ നാലാമത് നമ്മൾ ആഡ് കോപ്പി സെറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സിൻ്റെ ആഡ് കോപ്പി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾവേസ് ഹൈലൈറ്റ് ദ ബെനിഫിറ്റ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എന്ത് കിട്ടും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് കോപ്പിയിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു ട്രാവൽ കമ്പനീൻ്റെന്നാണ് ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. എക്സ്ക്ലൂസീവ് ഡീൽസ്, 24 hour കസ്റ്റമർ സപ്പോർട്ട്, പിന്നെ ഹാസിൽ ഫ്രീ ബുക്കിംഗ്, ഫ്ലെക്സിബിൾ ക്യാൻസലേഷൻ പോളിസീസ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡിനാണോ നിങ്ങൾ പരസ്യം ചെയ്യുന്നത് ആ ബ്രാൻഡ് കൊണ്ട് കസ്റ്റമേഴ്സിന് എന്ത് കിട്ടും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആ ആഡ് കോപ്പിയിൽ സെറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഒരു അഞ്ചാമത്തെ നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ആഡ് കോപ്പി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പാത്തിൻ്റെ ഓപ്ഷൻ കാണില്ല. അപ്പോൾ ആ ഡിസ്പ്ലേ പാത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസ്പ്ലേ പാത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ആ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഡിസ്പ്ലേ പാത്തിൽ കൊടുക്കും. ഇതിൽ ആറാമത്തെ പോയിന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് ക്രിയേറ്റ് 2+ ആഡ്സ് പെർ ആഡ് ഗ്രൂപ്പ്. നിങ്ങൾ ഒരു റിയാലിറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ലാൻഡിങ് പേജുകൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആഡ്സുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏത് ആഡ്സ് നിന്നാണ് നല്ല റിസൾട്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആഡ് ഗ്രൂപ്പിൽ തന്നെ 2, 3, 4, 5 ഒക്കെ എന്ത് ചെയ്യുക, അഥവാ ആഡ്സുകൾ സെറ്റ് ചെയ്യാൻ നോക്കുക. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രാൻഡ് ഏതാണ്, ഏത് ബ്രാൻഡിനും വേണ്ടിയാണ് നമ്മൾ പരസ്യം ചെയ്യണമെങ്കിൽ അതിൽ നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന അസറ്റുകൾ ഒരു 3 or 4 കൊടുക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം എന്താണ്, സിമ്പിൾ ലാംഗ്വേജ് അഥവാ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്താൽ മതി. ആളുകൾ കൺഫ്യൂസിങ് ആക്കേണ്ട വല്ല ടഫ് ലാംഗ്വേജുകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂസ് കോൾ ടു ആക്ഷൻ യുവർ ആഡ്. അഥവാ നിങ്ങളെ ആഡ്സിൻ്റെ ആഡ് കോപ്പിയിൽ എന്ത് ചെയ്യുക, കോൾ ടു ആക്ഷൻസ് കൊടുക്കുക. ഇതാണ് കോൾ ടു ആക്ഷൻസിൻ്റെ എക്സാമ്പിൾ. സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ, പിന്നെ ക്ലിക്ക് ടു എക്സ്പ്ലോർ, ഡിസ്കവർ യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഇതൊക്കെ എന്താണ്, ഒരു കോൾ ടു ആക്ഷൻ ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് കാണാൻ. അപ്പോൾ കോൾ ടു ആക്ഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ ആഡ്സിൽ കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ഹെഡ്ലൈനിലാവാം ഡിസ്ക്രിപ്ഷനിലാവാം നല്ല ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ല കോൾ ടു ആക്ഷൻസ് എന്ത് ചെയ്യുക, നമ്മളെ ഗൂഗിൾ ആഡ്സിൻ്റെ ആഡ് കോപ്പിയിൽ സെറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ 10ാമത്തെ കാര്യം അഥവാ അർജൻസി ഇൻ ആഡ് കോപ്പി. നമ്മൾ ലാൻഡിങ് പേജ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ എന്ത് ചെയ്യുക, ആ ലാൻഡിങ് പേജിൽ ആളുകൾ അർജൻസി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലിമിറ്റഡ് ടൈം ഓഫർ, പിന്നെ അതേപോലെ തന്നെ ഫൈനൽ സീറ്റ് റിമൈനിങ്. അഥവാ ആളുകൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ അത് അപ്ലൈ ചെയ്താലേ നമുക്ക് ആ ഓഫർ അവർക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആളുകൾ ഒന്ന് അർജൻസി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ആഡ് കോപ്പിയിൽ സെറ്റ് ചെയ്യുക.